ഞങ്ങൾ പറഞ്ഞു ഈ മാസം തന്നെ തെരുവുനായ്ക്കളുടെ ആദ്യഘട്ടം തെരുവുനായ്ക്കളെ ഷെൽട്ടറിൽ ആക്കുന്നതിൻ്റെ ഷെൽട്ടറിൽ പാർപ്പിക്കുന്നതിന് നടപടികൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ആരംഭിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു. അത് ഇന്നലെ വൈകുന്നേരം കൊണ്ട് 50 നായ്ക്കളെ അനിമൽ ബർത്ത് കൺട്രോൾ ചെയ്ത് വാക്സിനേറ്റ് ചെയ്ത് അവയെ ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ വളരെ നല്ല രീതിയിൽ ശാസ്ത്രീയമായി അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടുള്ള ഷെൽട്ടറാണ്. 50 എണ്ണത്തിന് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. പൂവാറിൽ കൃത്യമായിട്ട് കഴിഞ്ഞ 8 വർഷമായിട്ട് അവിടെ നടക്കുന്ന ഷെൽട്ടറാണ്. അവിടെ ഒരു 137 നായ്ക്കൾ ഓൾറെഡി 8 വർഷമായിട്ട് അവിടെ ഉണ്ട്. അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ പോയി ആ ഷെൽട്ടർ കണ്ട് വിലയിരുത്തി തൃപ്തികരമായ റിപ്പോർട്ട് മറുപടി തന്നതിന് ശേഷമാണ് അങ്ങോട്ട് മാറ്റിയിട്ടുള്ളത്. ആദ്യഘട്ടം ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ 50 എണ്ണത്തിന് ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടന്ന് കൂടുതൽ സ്ഥലം അത് NGO വഴിയോ കോർപ്പറേഷൻ നേരിട്ടോ സ്ഥലം ഏറ്റെടുത്ത് അവിടെ ഷെൽട്ടറുകൾ നിർമ്മിച്ച് അങ്ങോട്ട് മാറ്റുന്ന നടപടികളുണ്ടാവും. ഒരു ദിവസം എത്ര നായ്ക്കളെ പിടിക്കാം? എത്തരത്തിലുള്ള കണക്കൂട്ടൽ? നായ്ക്കൾ എത്ര വേണമെങ്കിലും നമുക്ക് പിടിക്കാം, പക്ഷേ പിടിക്കുന്നതല്ല പ്രശ്നം. അതിന് എത്ര എണ്ണത്തിന് ഒരു ദിവസം ABC ചെയ്യാൻ സാധിക്കും, ABC ചെയ്തിട്ട് നമുക്ക് എത്ര എണ്ണത്തിന് റെസ്റ്റ് കൊടുത്ത് പാർപ്പിക്കാൻ സാധിക്കും എന്നൊക്കെ ഉള്ളതാണ്. അതിനൊക്കെ ഉത്തരം കണ്ടെത്തിയതിന് ശേഷം മാത്രമേ നായ്ക്കളുടെ എണ്ണം കൂട്ടാൻ. എണ്ണം ഇപ്പോൾ ഒരു ദിവസം 10, 100, 200, 500 ഒക്കെ പിടിക്കാനുള്ള സംവിധാനമുണ്ട്, ഡോഗ് ക്യാച്ചേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ അതിന് ശേഷമുള്ള കാര്യങ്ങൾ പാർപ്പിക്കാനൊക്കെ ഉള്ള സൗകര്യം കിട്ടുന്നതനുസരിച്ചാണ് ഞങ്ങൾ പരമാവധി വേഗത്തിലാക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും ഈ നാളെയോ മറ്റന്നാളോ ഒക്കെ തന്നെ കാട്ടായിക്കോണത്തുള്ള 67 നായ്ക്കൾ ഒരു വീട്ടിലുണ്ട്, ഒരു പോലീസ് ഉദ്യോഗസ്ഥ വളർത്തുന്നുണ്ട്. അത് ജനങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതിന് നാളെയോ മറ്റന്നാളോ ആദ്യത്തെ സ്റ്റെപ്പ് അവിടെ നിന്ന് പിടിച്ചു കൊടുക്കും. രണ്ടാം ഘട്ടം കൂടുതൽ സ്ഥലം വേണം. എന്തെങ്കിലും നിർദ്ദേശം നിങ്ങൾക്കുണ്ടെങ്കിൽ പറഞ്ഞോളൂ. കൂടുതൽ സ്ഥലം ഉണ്ടെങ്കിൽ ഒരു 7 ഏക്കർ സ്ഥലം ഒരിടത്ത് സംസാരിച്ചിട്ടുണ്ട് ഷെൽട്ടറിന് വേണ്ടി. അത് യാഥാർത്ഥ്യമാകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ സംസാരിച്ചിട്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 1-2 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സാമ്പത്തിക സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ചർച്ചകളുണ്ട്. അടുത്ത ദിവസം ഡൽഹി പോകുന്നു.